ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സ്കൂൾ അടച്ചതും അറിയണില്ല, സ്കൂൾ തുറക്കാൻ പോകുന്നതും അറിയുന്നില്ല. എന്താല്ലേ, മെയ് എത്തി, ഇനി ഇതാ ജൂൺ ആവാൻ അത്ര ടൈമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു ബുക്ക് എങ്ങനെ കവർ ചെയ്തെടുക്കുന്നേ നോക്കി നോക്കാം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വെറും ന്യൂസ് പേപ്പർ, കാർബൺ പേപ്പർ, അങ്ങനെയൊക്കെ പേപ്പറുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ എന്തൊക്കെ പേപ്പറുകളാണ്, കാർട്ടൂണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ ഇത് നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ നമ്മുടെ പേപ്പർ, അതായത് ബുക്ക് പൊതിഞ്ഞെടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് കിടക്കാം. ഈസിയാണ്. ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാർബൺ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്ത് പേപ്പറാണ് ഉള്ളത് അത് ഉണ്ടെങ്കിൽ അതെടുക്കുക. ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ പെയിൻറ്റ് എന്തായാലും ഉണ്ടാവും. പെയിൻറ്റോ സ്കെച്ചോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം ബുക്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് പൊതിയുന്നത് അതേപോലെ, അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ വീഡിയോയിൽ നോക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 4 സൈഡും സെൻറ്ററിലും ചെറിയൊരു പോർഷൻ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ബുക്കിൻ്റെ അളവിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ സാധാ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഫെവിക്കോളിൻ്റെ വേറൊരു പേരാണ് ആർട്ട് ലൈൻ്റെ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടതാണ്, പിന്നെ ഒരു പേപ്പർ സെൻറ്ററിൽ കാണുന്ന രീതിയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, അതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുന്നതാണ് കേട്ടോ. അത്ര വീതിയിലൊന്നും ഒട്ടിക്കേണ്ട. നമ്മൾ ഈ രജിസ്റ്റർ ബുക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അളവിൽ മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ഉള്ളിൽ ഒരു പേജ് നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഒട്ടിച്ചു കൊടുത്തു വീഡിയോ ഞാൻ എടുത്തു, പക്ഷേ അപ്പോഴേക്കും കറണ്ട് പോയി, അതുകൊണ്ട് ഫുള്ളായിട്ട് കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ എന്ത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ ഒരു ഡിസൈൻ എടുക്കുക, ഇതിലൊന്ന് വരച്ചു കൊടുക്കുക. വീഡിയോൻ്റെ മുന്നിലിരിക്കുമ്പോൾ പോലും ഞാൻ എന്താ ചെയ്യുക എന്നാലോചിച്ചിട്ടായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തെന്നറിയില്ല, നമ്മൾ പിൻട്രസ്റ്റിൽ പണ്ടെങ്ങാണ്ടോ കണ്ട പടമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമല്ലേ, അങ്ങനെ എടുത്തൊരു വർക്കാണ്, ആ ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ കുറേ കാലം ഞാൻ ചെയ്യണം വിചാരിച്ചിരിക്കുന്നു, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ബുക്കിൻ്റെ ആവശ്യം നമ്മൾ പഠിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെയ്തു വന്നപ്പോൾ എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട, ഒന്നും പറയാനില്ല. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മൾ കളർ കൊടുക്കാൻ കേട്ടോ, ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, പിന്നെ ലൈറ്റ് ഗ്രീൻ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. 2 ഭാഗത്തായിട്ടും അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ മഞ്ഞ ഭാഗം ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് കൊടുക്കുക. എൻ്റെ ഒരു ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വയലറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഡാർക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈന് പൂവോ എന്തെങ്കിലും വരച്ച് കൊടുക്കണമെങ്കിൽ അതും ചെയ്യുക, അല്ലെങ്കിൽ ഡോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അതും ചെയ്യുക കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. പിന്നെ ഇങ്ങനെ സിക്സാഗ് പോലെ വരച്ചതിൽ ഞാൻ ബ്ലാക്കും കൊണ്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നെയിം കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഈ ബ്ലാക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ ആ ഒരു ഫ്രണ്ടിൽ കേട്ടോ. ഇനിയാണ് നമ്മുടെ കലാവിരുത് വരുന്നത്. അതായത് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇഷ്ടമുള്ള പിക്ചർ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ നമ്മുടെ അതായത് ലീഫുണ്ടല്ലോ, ആ ലീഫിൻ്റെ ഇതിൽ ജസ്റ്റ് ഒരു ഡൂഡിൽ ആർട്ട് പോലെ ഞാൻ അതൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാത്രം. പിന്നെ ജസ്റ്റ് വളച്ചും തിരിച്ചുമൊക്കെ വരയ്ക്കുക. അതിന് ശേഷം ഒരു പൂ വരച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെയും വളച്ചിതാക്കുക. ഇത്രയുള്ള നമ്മുടെ അലങ്കാര പണി. ഇനി പിന്നെ നെയിം എന്താണ് പഠിക്കാനുള്ളത്, സ്റ്റാൻഡേർഡ് അതൊക്കെ എഴുതി കൊടുക്കുക, സബ്ജക്റ്റ് എഴുതി കൊടുക്കുക, സെക്ഷൻ എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് എഴുതി കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് തോട്ട്സ് ക്വയറ്റ്സ് ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ.
അത് നിർബന്ധമൊന്നുമില്ല, എല്ലാവർക്കും ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ ഒരു ഗുമ്മില്ലല്ലോ, ഗുമ്പ് എന്നൊക്കെ ആയിപ്പോയി. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ കഴിവ് തെളിയിച്ച നോട്ട് ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ.